കൂട്ടുകാരെ, അപ്പോൾ ഒരു നീണ്ടകാല വിരുന്നിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അറിയാലോ, കുറേ നാൾ വിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മെയിനായിട്ട് വാങ്ങിയത് ചെക്കന് കുറച്ച് ബനിയനും അതുപോലെ പാൻറ്റും കാര്യങ്ങളും ഓൾറെഡി വാങ്ങിയതാണ്. എന്നാലും ഇരിക്കട്ടെ എന്ന് കരുതി പിന്നെ തോർത്തൊക്കെ ആയിരുന്നു വാങ്ങിയത്, അല്ലാണ്ട് കൂടുതലൊന്നും വാങ്ങിയില്ല. അല്ലറ ചില്ലറ സാധനങ്ങൾ, അലക്കുലത്ത് സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കൂട്ടി. കാരണം നമ്മളിനി എപ്പോഴും പൂലല്ലോ. അതുകൊണ്ട് വിരുന്ന് കഴിഞ്ഞ് പോണത് കൊണ്ട് തന്നെ വിരുന്ന് കഴിഞ്ഞ് പോണ രീതിക്ക് തന്നെ പോകണം പറഞ്ഞിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയത്. നല്ല വെയിലായിരുന്നു, എനിക്ക് കടയിൽ പോകാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇനിയിപ്പോൾ അവിടെ പോയി എത്തിയിട്ട് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏട്ടൻ ചൂടാവും. അപ്പോൾ പിന്നെ ഞാൻ ഇതന്നെ താപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി എനിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി. പിന്നെ ഓട്ടോയിലാണ് പോയത്, കാരണം അത്രയും സാധനങ്ങളുണ്ടായിരുന്നു. വലിയ വിരുന്നായിരുന്നേ. അപ്പോൾ പിന്നെ അത്രയും സാധനങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സ്, എൻ്റെ മൈൻ്റെ ഡ്രസ്സ്, പിന്നെ ഏട്ടൻ്റെ ഡ്രസ്സ്, അവൻ്റെ കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വലിയ സെഞ്ച് കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വീടെത്തിയപ്പോൾ പിന്നെ അവന് കുറച്ച് നാൾ ആ ഒരു പരിചയക്കുറവൊക്കെ അവന് ഉണ്ടായിരുന്നു. പക്ഷെ അവനത് അങ്ങനെയൊന്നും കാണിച്ചൊന്നുമില്ല. വന്ന പാടെ അങ്ങനെ കരച്ചിൽ ബഹളമൊന്നും വെച്ചൊന്നുമില്ല. പിന്നെ നല്ല കാറ്റും. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന അത്ര ചൂടൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊരു സമാധാനം. 5:30 സമയമായപ്പോൾ ഞാൻ അടിച്ചു വാരി എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു 6 മണി നേരം ആകുമ്പോൾ അവനെപ്പോഴും ഭക്ഷണമൊക്കെ കൊടുക്കും. അവനും ഭക്ഷണം എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഏട്ടൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ കൂടെ മീൻ കറി വെക്കാൻ കൂടാമെന്ന് ഞാൻ വിചാരിച്ച് പോയി. പക്ഷെ ഞാൻ ഇവനെ കുളിപ്പിച്ച് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏട്ടൻ മീൻ കറിയും വെച്ചു. മീൻ അടുപ്പത്തിടുന്ന സീനാണ് ഞാൻ പിന്നെ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മീൻ കറി എടുക്കുന്നത്. എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഏട്ടൻ്റെ മീൻ കറി എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ്റെ മീൻ അടുപ്പത്ത് കിടന്ന് തിളച്ച് ഏകദേശം കറിയൊക്കെ ആയി. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഏട്ടൻ എനിക്കൊരു സോഡ വേണം എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ സോഡ വാങ്ങാനും പോയി. അപ്പോൾ വൈകുന്നേരം ഏട്ടൻ്റെ മീൻ കറിയും അതുപോലെ തന്നെ അമ്പഴങ്ങ ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു. അതും കൂട്ടി കഴിച്ചിട്ട് സോഡയും കുടിച്ച് സുഖമായിട്ടിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. താങ്ക് യു.